കൊടുക്കാന്ന് പറഞ്ഞിട്ട് മാസം 2 മാമ അറിഞ്ഞാൽ എന്റെ മയ്യത്തും ഓളെ നിക്കാഹ് ഒരുമിച്ച് നടക്കും. എടാ അതിപ്പോ ഞാൻ പണം കൊടുത്താലും നിന്റെ മയ്യത്തും അവളുടെ നിക്കാഹും ഒരു ദിവസം തന്നെ നടക്കും. നീ അയാളെ താങ്ങി നടക്കുന്നിടത്തോളം കാലം ഈ നിക്കാഹ് നടക്കില്ല. ഓളെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകും. ബേജാറാക്കുന്ന വർത്താനം പറയല്ലേ അപ്പൊ കുട്ട. നീ ഒരു കാര്യം ചെയ്യും, നീ ആ കട തൂത്തുവായിരുന്ന പണി നിർത്തിയിട്ട് സ്വന്തമായിട്ടൊരു കച്ചവടം തുടങ്ങാൻ നോക്ക്. അതിന് പണം വേണ്ടേ? ഉണ്ടാക്കണം. അതെങ്ങനെ? നീ എന്റെ കൂടെ നിക്കേ. ഞാനൊരു പെയിന്റ് കട തുടങ്ങാൻ പോവാണ്. ഒരു 4 ലക്ഷം രൂപയാവും. പണം കായ്ക്കുന്ന മരന്തെങ്കിലും നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 4 ലക്ഷം പോലും. എടാ ബാങ്ക് തരും. മാനേജറെ പോയി കണ്ടു. നല്ല അമ്പോറ്റി ഒരു സിംഗ് ലോണിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു. അടുത്ത ആഴ്ച കാശ് കിട്ടും. അപ്പൊ കുട്ടാ നമ്മളെ അങ്ങനെ മണ്ടനാക്കല്ലേ. എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നീ എന്റെ കൂടെ വാ. ബാങ്ക് മാനേജറുടെ വായിന്ന് തന്നെയൊക്കെ 2 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് കൊടുത്താൽ 10 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് വരും. വിറ്റിട്ട് 3 മാസം കൊണ്ട് പൈസ തിരിച്ചു കൊടുത്താൽ മതി. കടയുടെ വാടക 1.25 ലക്ഷം രൂപ. പോയിട്ട് 75,000 25,000 വീട്ടിലേക്ക് അയച്ചു കൊടുത്താലും കുറെ നാളത്തേക്കുള്ള കേസും ഫീസും നടക്കും. ബാക്കി 50,000 15,000 കൊണ്ട് മറ്റേ മോട്ടോർ ബൈക്ക് മാറാടിയുടെ മുഖത്ത് വലിച്ചോണ്ട് കൊടുക്കും. ബാക്കി 35,000 15,000 കൊണ്ട് അന്തസ്സുള്ള വൃത്തിയായിട്ടൊരു സ്ഥലം താമസിക്കാൻ. അപ്പൊ മൈമനയുടെ 3,000 അത് കൊടുക്കും. പോയിട്ട് 22,000. അത് ഞാൻ എന്ത് ചെയ്യുന്നറിയോ? കൊറേ കുപ്പായം വാങ്ങും, കൊറേ സിനിമകൾ. എടാ മണ്ട മുത്തപ്പ, അത് ഞാൻ നിനക്ക് തരും. ഒരു ജ്യൂസ് കട തുടങ്ങാൻ. പക്ഷേ ഇതൊക്കെ നടക്കണമെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത്? 2 വർഷത്തെ കടവാടക മുൻകൂർ കൊടുത്താലേ ഈ ഓണർ വാടക ചീട്ട് എഴുതി തരൂ. അത് കാണിച്ചാലേ ലോൺ കിട്ടൂ. തിങ്കളാഴ്ച ലോൺ കിട്ടും. 5 ദിവസത്തേക്ക് ഒരു 1.25 ലക്ഷം രൂപ ലോൺ കിട്ടി. അപ്പൊ തന്നെ തിരിച്ചു കൊടുത്തേക്കാം. നിനക്കാരാ എത്ര ഉറുപ്പ്യ കടം തരിക? നീ വിചാരിച്ചാലേ നടക്കും. നീ വിചാരിച്ചാൽ അത് നടക്കും. അതെങ്ങനെ? നിന്റെ മാമ എടുത്ത് ചോദിച്ചാൽ. നടന്നു തന്നെ. ആളും തരവും മുതൽ നോക്കിയിട്ടാ മാമ കാശ് കൊടുക്കുക. നിനക്കാന്ന് പറഞ്ഞാൽ 10 ന്യായ പൈസ വരില്ല. എന്ത് കണ്ടിട്ടാ? എടേ എനിക്ക് വേണ്ട. എന്റെ അളിയൻ രവീന്ദ്രൻ നായരല്ലേ, അയാൾക്ക് കൊടുത്താൽ മതി. അതെങ്ങനെ? ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. നീ എന്റെ കൂടെ ഒന്ന് നിന്നാ മതി. ഇതൊന്നും എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ. മൈമൂനയുടെ നിക്കാതെ നിന്റെ മയ്യത്ത് ഒരുമിച്ച് അടക്കാതിരിക്കാൻ കൂടി വേണ്ടിട്ടോ ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ എങ്ങനെ നടക്കും ആദ്യം പറ. ഞമ്മളിപ്പോ വന്നത് മാമാന്റെ അടുത്ത് ഒരു രഹസ്യം പറയാനാണ്. ഏത് ലക്ഷാധിപതികൾക്കുണ്ടല്ലോ ഇടയ്ക്ക് പണത്തിനൊരു വലിച്ചല്. മൂപ്പരുടെ അളിയന് പുറം രാജ്യത്ത് നിന്ന് ഒരു ബെൻസ് കാർ വന്നു. 50 ലക്ഷത്തിന്റെ. നാളെ കാർ എടുക്കണം. നോക്കുമ്പോ 1.25 ലക്ഷത്തിന്റെ കുറവ്. കുടുങ്ങിയ മാർവാടികൾ എത്ര ലക്ഷം വേണമെങ്കിലും കൊടുക്കും. പക്ഷെ അതിന്റെ പലിശയെ അവര് വാങ്ങും. ഈ പലിശ മാമാക്ക് കിട്ടിയ ചില്ലറ കാര്യമാണോ? 10 ദിവസത്തേക്ക് ചോദിക്കുന്ന പലിശ തരും. അല്ലോ അപ്പു സാറേ, ഒന്ന് കേറിയിട്ട് പോയിക്കൂടെ? സമയമില്ല നൂറെ, മാർവാടികൾ കാത്തു നിൽക്കുകയാണ്. മാമ വിടല്ലേ മാമ, മുറുക്കി പിടിച്ചോ, കേറി വരാൻ പറ. വരി ഒന്നുമില്ലേ, നമ്മൾ നാട്ടുകാരല്ലേ. ഇല്ല സമയമില്ല, അതുകൊണ്ടാ. മാർവാടിക്ക് നിങ്ങളെ അളിയൻ കത്ത് തന്നിട്ടുണ്ടാ? തന്ന് കണ്ട ഇംഗ്ലീഷിലാണ് എഴുത്ത്. പ്രിയ മാർവാടി കൊടു 1.25 ലക്ഷം അപ്പുക്കുട്ടന്. അല്ല, നിങ്ങൾ അളിയൻ എവിടാ പണി? ശരി, എവിടാ താമസം? എല്ലാം ആ കാർഡിലുണ്ട്. എന്താ ചോദിക്ക? അല്ല ഒന്നുമില്ല, അതിപ്പം എല്ലാം തുറന്ന് പറഞ്ഞോ മാമ. അത് അപ്പുക്കുട്ട സാറേ, കണ്ട മാർവാടികൾക്ക് കൊടുക്കുന്ന പലിശ നമ്മുടെ മാമക്ക് കൊടുത്തു. അത് അല്ലോട് ഇവിടെ ചാവണ്ടാ പറഞ്ഞു കടന്നു പോടെ ഒത്ത് നിങ്ങൾ ചാവിടിക്കേ. അല്ലെങ്കിൽ 1.25 ലക്ഷത്തിന് മാർവാടിക്ക് എന്ത് പലിശ കൊടുക്കും? അളിയന് പലിശ അല്ല പ്രശ്നം. കാര്യങ്ങൾ നല്ല വെട്ടിയും തീയും പോലെ അടക്കണം. പലിശ എത്ര വേണമെങ്കിലും കൊടുക്കും. 1.25 ലക്ഷം എടുത്ത് കൊടുക്കും മാമ. ഇവിടെ ഉദ്യോഗമോ ബിസിനസ്സോ ഇല്ലാത്ത ആൾക്കൊന്നും പണം കൊടുക്കൂല. ഒരു കാര്യം ചെയ്, ഞാൻ നാളെ നിങ്ങൾ അളിയന്റെ വീട്ടിലേക്ക് വരാം. നിങ്ങൾ അവിടെ ഉണ്ടാവുമല്ലോ. നാളെ ഞാൻ ഉണ്ടാവില്ല. ഞാൻ ഡൽഹി വരെ ഒന്ന് പോകും. അതെന്തിന്? ഒരാളെ കാണാൻ 3-4 ദിവസം കഴിഞ്ഞ് വരും. എന്റെ നൂറേ, എടാ നൂറേ. എന്താ മാമ? എന്റെ കൂട്ടുകാരൻ പോവാണ്. നൂറുടെ വാ. ഇല്ല, ഓൻ വരുന്നില്ല. ഓൻ ഇവിടെ പണിയുണ്ട്. നിങ്ങൾ പോയിക്കോളി. അപ്പൊ ശരി. ലേശം കാര്യം. എന്ത് കാര്യം മാമ? ഈ എന്തിനാണ് ഇപ്പൊ അർജന്റ് ആയിട്ട് അടുക്കളയിൽ പോയത്? കപ്പുണ്ടൊക്കെ? എടാ പ്രായം കഴിഞ്ഞ ഒരു പെൺകുട്ടിയില്ലാവത്ത് എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാല്. കേസ് ജയിച്ചാൽ അച്ഛന്റെ പെൻഷനും പ്രൊവിഡന്റ് ഫണ്ടും ഒക്കെ കിട്ടുമല്ലോ. അപ്പൊ തിരിച്ചു കൊടുക്കാം. അതാ തൽക്കാലം കടം വാങ്ങാന്ന് വിചാരിച്ചത്. അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. വീട് വിൽക്കാൻ രവിയേട്ടനെതിരെ നിൽക്കുന്നിടത്തോളം കാലം ഇങ്ങനെ വല്ലതും നോക്കുന്നതാ നല്ലത്. അവരെ കാണുന്നില്ലല്ലോ. 10:30 മണിക്ക് വരാന്ന് പറഞ്ഞ 2 ദിവസം ഞാൻ കുളിക്കുകയോ ഷേവ് ചെയ്യുകയോ ഒക്കെ ചെയ്തു. അതിനെന്താ, ചേട്ടൻ ഇവിടെ കുളിക്കാലോ.
ബീരാനിക്ക വരൂന്ന് പറഞ്ഞിരുന്നു. വരൂ വരൂ. ചേട്ടൻ ഇപ്പൊ കുളിക്കാൻ കയറിയതേ ഉള്ളൂ. ഇത്ര നേരം കാത്തിരുന്നു. ഇരിക്കൂ. രവീന്ദ്രൻ നായർ മിസ്സിസ് ആണല്ലേ? അതെ. ചേട്ടാ, ദേ കാശിന്റെ ആൾക്കാർ വന്നു. ബീരാനിക്കല്ലേ? ഇതാണ് ആള്. ഞാന് ഷേവ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അല്ല, നിങ്ങൾ ഷേവ് ചെയ്യുമ്പോ പുരികം പറിക്കല്ലോ. അത് തലേ കൂടെ തൈരും കൂടെ ധൃതി തേച്ചപ്പോ എല്ലായിടത്തോടെ ആയിപ്പോയി. ഞാൻ ഓഫീസിൽ പോകാൻ ലേറ്റ് ആയി. നിങ്ങൾ വരുന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്പൊ എളുപ്പം ധൃതി തേച്ചപ്പോ ലേറ്റ്. ഇല്ല, നമ്മൾ എത്ര രാഹുകാലത്തിന് 2.5 മിനിറ്റേ ബാക്കിയുള്ളൂ. ഞാൻ ബീരാനിക്കെ പോലെ ഒരു വലിയ മനുഷ്യന്റെ ആദ്യമായിട്ട് ക്യാഷ് വാങ്ങിക്കാമല്ലോ. അപ്പം നമുക്ക് ലേറ്റ് ആക്കട്ടെ, രാഹുകാലം തെറ്റിക്കാതെ. ഇതിലിപ്പോ തന്നെ ഒപ്പിട്ടേക്ക്. സത്യമുള്ള പൈസ ആയതുകൊണ്ട് പലിശ കുറച്ച് കൂടുന്നേ ഉള്ളൂ. സാരമില്ല, ആവശ്യക്കാരന് ഔചിത്യമില്ലല്ലോ. ഇവിടെ ഇതൊരു 40 ഉറുപ്പ്യയുടെ കുറവുണ്ടാവും. കാരണം ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് വന്നാണ് ഇങ്ങോട്ട്. അതിന് കൊടുത്ത് നിങ്ങൾ ആവശ്യത്തിന്. സാരമില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് അന്യനായ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിക്കുന്നത് അല്ലേ? ഞാനും ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു എമൗണ്ട് കടം കൊടുക്കണേ. ഇങ്ങനൊരു നിവർത്തിയോട് വന്നതുകൊണ്ട്. പിന്നെ ഞാനൊന്ന് കുളിച്ച് റെഡി ആയിട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് 11, അടുത്ത 21-ന്. അതല്ല നമ്മൾ പറഞ്ഞ മാതിരി 100 പറഞ്ഞില്ലേ? 100 പറഞ്ഞു, എന്നാലും പോരല്ലോ. നമ്മൾ തമ്മിലൊന്ന് ഉറപ്പിക്കണ്ടേ? ഞാൻ വാക്ക് മാറില്ല ബീരാനിക്ക, നിങ്ങൾ ധൈര്യമായിട്ട് വെക്കണം. പിന്നെ നമ്മൾ നമ്മളെ പറഞ്ഞ പോലെ. മാനേജർ സർദാർജി തിങ്കളാഴ്ച ലോൺ ശരിയാക്കാം എന്ന് വാക്ക് തന്നു. 100 സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എടാ 100, എവരി ഡോഗ് ഹാസ് എ ഡേ എന്നൊരു ചൊല്ലുണ്ട്. എന്ന് വെച്ചാല് എല്ലാ നായിന്റെ മക്കൾക്കും ഒരു ദിവസം ഉണ്ടെന്ന്. അത് ശരി. ഉപദ്രവിക്കല്ലേ, ഞമ്മളൊരു കിനാവ് കാണാണ്. പണമില്ലാത്ത ഒരു കിനാവ് കാണാൻ പാടില്ല എന്നാ പറയാ. ഞമ്മളിൽ ഇപ്പൊ പണമുണ്ടല്ലോ, ഞമ്മളും കാണട്ടെ ഒരു കിനാവ്. വലിയ നിധി കിട്ടിയവൻ കാണുന്ന ഒരു കിനാവ്, കിനാവ്, കിനാവ്. വലിയ പാദുഷമാര് കാണുന്ന ഒരു കിനാവ്, ഒരു കിനാവ്, കിനാവ്. മാനേജർ വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഇനി പറഞ്ഞ പോലെ ഒന്നല്ല, ആള് ഭയങ്കര ചൂടന, എല്ലാരും ഇട്ട് ചാടിക്കുന്ന കണ്ടു. എടാ അതൊക്കെ ബാങ്കിലെ എന്നോട് വലിയ കാര്യമാണ്. നീ വാ, ഞാൻ കാണിച്ചു തരാം. ഉച്ചക്ക് ഞാൻ വരില്ല. ഇവിടെ കഴിച്ചോളാന്ന്. ഇവിടെ നേരത്തെ ഇരുന്ന മാനേജർ ഒരു സർദാർജി മൊത്തം കുളമാക്കിട്ട് പോയിരിക്കുകയാണ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? സാറ് പുതുതായിട്ട് വന്നാണല്ലേ? നേരത്തെ ഇരുന്ന സിംഗ് സാറിനെ എനിക്കറിയാം. സാറിന് പൂ. സാറിന് പൂ എടുത്തോണ്ട് പോണോ? പൂ എനിക്ക് അലർജിയാ. സർ, ഞാനൊരു ലോണിന് അപ്ലൈ ചെയ്തിരുന്നു 2 വർഷത്തേക്ക്. ഒരു കടയെടുത്തിട്ട് വരാമെങ്കിൽ ഉടനെ ലോൺ തരാന്ന് പറഞ്ഞു. സിംഗ് മാനേജർ. അയാളല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടല്ലോ. അയാൾ പോയി. ഞാൻ ആർക്ക് ലോൺ കൊടുക്കാറില്ല. സാർ അങ്ങനെ പറയരുത്. 1.25 ലക്ഷം റുപ്യ ഇരട്ടി പലിശക്ക വാങ്ങിയത് ഇവനേതാ? എന്റെ സുഹൃത്താണ്. ഇവൻ ആദ്യം പിടിച്ച് പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാതെ. പിടിച്ച് പുറത്താക്കെ. ഒന്ന് സോപ്പിട്ടിട്ട് വരാം. സാർ, സാർ, എന്താ തന്റെ പേര്? അപ്പുക്കുട്ടൻ. ആപ്ലിക്കേഷനിൽ ജി അപ്പുക്കുട്ടൻ നായർ ചേരിയിലെന്നാണ്. സാറിന്റെ പേരെന്താണ്? ഇയാളുടെ കൂടെ പോയി തന്റെ ആപ്ലിക്കേഷൻ തിരിച്ചു മേടിച്ചോണ്ട് പൊയ്ക്കോളൂ. സാർ, ഞാനൊരു മലയാളിയാണ് സാർ. അതുകൊണ്ട് തന്നെ തരില്ലെന്ന് ഉറപ്പിച്ചത്. മലയാളി എന്ന് കേട്ടാ എനിക്ക് അലർജിയാ. സാർ, ഞാൻ ആത്മഹത്യ ചെയ്യും സാർ. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ബാങ്ക് ലോൺ കിട്ടാത്തതിന്റെ പേരിൽ ഒരാൾ ആത്മഹത്യയായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ആ കണ്ടിട്ട് താഴത്തോളൂ. പ്ലീസ് ഗെറ്റ് ഔട്ട്. സാർ, പ്ലീസ്. പിടിച്ച് പുറത്താക്കണോ? സാർ, പ്ലീസ് സാർ. പറയുന്നൊക്കെ രാവിലെ ഞാൻ ഓരോരുത്തമ്മ കെട്ടിയെടുത്തോളൂ. പൂവും കായും അവന്റെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോ? എനിക്കെന്താ കുഴപ്പം? 2000 റുപ്യന്റെ പണി, മോട്ടോർ സൈക്കിള്, താമസിക്കാൻ സ്ഥലം എല്ലാം ഉണ്ടല്ലോ. ഞമ്മക്കെന്താ ഉള്ളത്? മാമയും പോയി, മൈമുനയും പോയി. കയ്യിലാണെങ്കിൽ കാശില്ല. പടച്ചോനെ കണ്ണിലിരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു. അത് സന്ധ്യയാവാൻ പോകുന്നോണ്ട് തോന്നുന്നായിരിക്കും. എന്ത് ഇരുട്ട്? അപ്പൊ നെഞ്ചിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയ. എടാ, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ.
ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്നാലോചിച്ചിരിക്കുകയാണ് ഞാൻ. ഓ, എന്തൊക്കെ ബഹളങ്ങളായിരുന്നു. 3000 ഇവിടെ, 5000 അവിടെ, 25,000 രൂപന്റെ പാപ്പനും നമ്മളൊന്നും പറയുന്നില്ല. നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. നിന്റെ അത്യാഗ്രഹം കൊണ്ടാ കിട്ടാനുള്ളതും കൂടെ കിട്ടാതെ പോയത്. ബാദുഷയുടെ സ്വപ്നം. ഇടാ, സ്വപ്നം കാണുന്നതിന് ചില അതിരൊക്കെ ഉണ്ട്. ദൈവത്തിന് ആർക്കാത്തൊന്നും സ്വപ്നത്തിൽ കാണാൻ പാടില്ല. പട്ടിണി പണ്ടാരം ബാദുഷയുടെ സ്വപ്നം കാണുന്നു. അതെന്നാ കിട്ടാനുള്ളത് കൂടെ ഇല്ലാതായി പോയത്. എടോ, എന്റെ വണ്ടി നമ്പർ ട്രാഫിക്കാരൻ കുറിച്ചെടുത്തോണ്ട് പോകുന്നു. ഇതിന്റെ കുറ്റിപ്പറയല്ല. അവിടെ ഇവിടെ വണ്ടി വെച്ച് കഴിഞ്ഞാല് ട്രെയിന് വന്ന് എടുത്തോണ്ട് പോകും. ബാങ്ക് മാനേജർ മാറിയത് എന്റെ കുഴപ്പം കൊണ്ടാണോടാ എന്ന് നമ്മൾ പറഞ്ഞ. പിന്നെ നീ എന്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഒക്കെ പറഞ്ഞത് ഏത് കെയറോഫില്? ഇന്നെ സഹായിക്കാൻ വന്നിട്ടില്ലേ നമ്മൾ ഈ ഗതിയിലായത്? നിനക്ക് ജ്യൂസ് കട തുടങ്ങാനുള്ള അതിമോഹം കൊണ്ടല്ലടാ നീ എന്നെ സഹായിക്കാൻ വന്നത്. നേരപ്പേ ഏതായാലും ഇങ്ങനെയൊക്കെ ആയി. നമ്മൾ തമ്മിൽ വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത്? വേറെ വഴിയൊന്നും കണ്ടില്ലെങ്കിൽ ഞാൻ മോഷണം തുടങ്ങും. മോഷണോ എന്ന് വെച്ചാല്? ഓ, നീ ആ വാക്ക് കേട്ടിട്ടില്ലല്ലോ. ഹൈമവതിയുടെ ചോറ് കട്ട് തിന്ന ആ പ്രവർത്തിക്ക് ഇപ്പോഴും മോഷണം എന്ന് തന്നെ പറയുന്നത്. മനസ്സിലായോ? നീ ഇപ്പൊ ആരെ ചോറാ കട്ടുന്ന? ചോറല്ല, കാശുള്ളവന്റെ വീട്ടിൽ കയറി ഞാൻ മോട്ടിക്കും. പിടിച്ചാൽ പിടിക്കുന്നവനെ കൊല്ലും. അപ്പം ജയിലിൽ പിടിച്ചിടും, എന്നിട്ട് തൂക്കി കൊല്ലും. അപ്പൊ പിന്നെ ഒന്നും അറിയട്ടല്ലോ. അപ്പൊ കൂട്ടാ, നിനക്ക് ചെവിയിൽ പൂവും വെച്ച് റോട്ടിൽ കൂടെ ഓടാൻ നേരായി. അതെടുത്ത് അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മാസം അടയ്ക്കാനുള്ള കാശ് അടയ്ക്കാത്തോണ്ട് മാർവാടി ബൈക്ക് എടുക്കാൻ ചട്ടമ്പികളെ അയച്ചിരിക്കുകയാണ്. ഓ ഗാഡിയിലേക്ക് അവന്മാർക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. മാർവാടിയല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ, ചട്ടമ്പികൾ എന്നെ കണ്ടിട്ടില്ലല്ലോ. തൽക്കാലം ബൈക്ക് വിട്ടിരിക്കട്ടെ, നമുക്ക് പിന്നെ എടുക്കാൻ.